Hello friends, welcome back to our channel. മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയൊക്കെ തന്നെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയാനേ ഇല്ല, നല്ല മഴയായിരിക്കും. അപ്പോൾ മഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണല്ലേ. അപ്പോൾ ആ ഒരു മഴയുടെ കൂടെ നമുക്ക് ചൂടോടെ എന്തെങ്കിലും കഴിക്കാനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല, നല്ല പൊള്ളി വൈബായിരിക്കും അല്ലേ. മാത്രമല്ല ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും മക്കൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പം എന്തെങ്കിലും കുറേ നേരം സമയമെടുത്ത് ഉണ്ടാക്കാൻ പോവുകയെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മടിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്തൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചായ ഉണ്ടാക്കുന്ന ചായ തിളയ്ക്കുന്ന ആ ഒരു സമയം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലിപ്പോൾ ബ്രെഡും ഉള്ളിയൊക്കെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഒട്ടും തന്നെ വൈകാതെ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് തന്നെ വേണമെന്നില്ല, ബ്രൗൺ ബ്രെഡോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കണ്ട. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വല്ലാണ്ട് പൊടിയായി പോകും, ശരിക്കും പൗഡർ പോലെ ആയി പോകില്ലേ. അപ്പോൾ ഇതുപോലെ കൈവച്ച് തന്നെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റൊക്കെ തന്നെ സ്നാക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ 4 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലുപ്പമുള്ള സവോള ഇതുപോലെ നീളത്തിലായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാൻ നിൽക്കണ്ട, 1 എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് ചെറുതായി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും അതിനൊപ്പം തന്നെ ഒരല്പം മല്ലിയില ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. അപ്പോൾ കടലമാവ് 1/4 കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, ബ്രെഡൊക്കെ ഇട്ടതുകൊണ്ട് 1/4 കപ്പ് തന്നെ മതിയാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത്രയും കാര്യങ്ങളിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം. അപ്പോൾ ആ ഉള്ളിയൊക്കെ തന്നെ നന്നായി തിരുമ്പി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോഴേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡും നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് ഈ ഉള്ളിയും മുളകും എല്ലാമായിട്ട് മിക്സായി നല്ല ഒരു കുഴഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കൈവച്ച് തിരുമ്പി എടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾ മസാലകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇടുമ്പം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടികളും കൂടി ഇട്ട് ഒന്നുകൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്പിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ പക്കോടയ്ക്കൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആദ്യമേ കൂടുതൽ ഒഴിക്കരുത്, കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും തന്നെ മതിയാവും. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ട് ആ ഒരു നല്ല ടേസ്റ്റായിട്ട് കിട്ടില്ല, ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഉള്ളിപ്പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് കൈവച്ച് തന്നെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് വലിപ്പത്തിൽ ഇട്ട് കൊടുക്കണ്ട, അപ്പം ഉള്ളൊക്കെ തന്നെ കറക്റ്റ് മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഉള്ളി പക്കോടയൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പോലെ കൈവച്ച് തന്നെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതാവും തോറും നമുക്ക് പെട്ടെന്ന് അത് ഫ്രൈ ആയും കിട്ടും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ ചെറുതായിട്ട് ഞാൻ നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം ബ്രെഡും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇതൊരു ചായ വെക്കേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ. ചായ വെച്ച് ചായ ഒന്ന് തിളച്ച് നമ്മൾ ആറ്റുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പക്കോടയും റെഡിയായി കിട്ടും. അത്ര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു മസാലയുടെ കുന്നലൊന്നും തന്നെ വരില്ലല്ലോ. അപ്പോൾ നല്ല സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനും വേണ്ട. നമ്മളിൽ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. പിന്നെ നമുക്ക് എണ്ണ കുടിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാണ്ട് ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യം ഇട്ട ബാച്ച് ഫുള്ള് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒരു അളവിൽ ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബ്രെഡും ഉള്ളിയും വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പിയാണ്. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. വേറെ മസാലകളുടെ കുന്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ശരിക്കും ചായക്ക് വെള്ളം വെച്ച് ആ ഒരു തിളച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. മക്കൾക്കാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും ചെയ്യും കഴിക്കാനായിട്ട്. ബ്രെഡിന് പൊതുവേ ഒരു ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ഉണ്ടാവും. പിന്നെ നമ്മൾ പെരിഞ്ജീരകം പൊടി ഇട്ടുകൊണ്ട് ആ നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. മുകൾവശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഉൾവശം സോഫ്റ്റുമാണ്. എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്നാക്കും അതുപോലെ നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമല്ലേ, നല്ലോണം മഴയും ആസ്വദിക്കാം, അതുപോലെ തന്നെ നല്ല ചൂടോടെ കഴിക്കുകയും ചെയ്യാം. മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ടെൻഷനും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയും കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കുകയും കൂടെ വേണേ. പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു റെസിപ്പി നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.